നമസ്കാരം. വാർത്തകളുമായി ഞാൻ രാജലക്ഷ്മി. ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൽ മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇന്ന് രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലെ കരട് വോട്ടർ പട്ടിക ഇന്ന്. അന്തിമ പട്ടിക ഫെബ്രുവരി 21-ന്. സമയപരിധി നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് 10ാം പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുല്ലപ്പെരിയാർ ബലക്ഷയ നിർണയത്തിനായി വെള്ളത്തിനടിയിൽ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ പരിശോധന ഇന്ന് തുടങ്ങും. പകലും തണുപ്പ് തന്നെ. താപനില ദിനം പ്രതി താഴേക്ക്. മഞ്ഞിൽ കുളിച്ച് മൂന്നാർ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം മാനാഞ്ചിറ ലൈറ്റ് ഷോയ്ക്ക് തുടക്കമായി. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. KPSCയുടെ 68ാമത് നാടകം ഭഗവന്തി അരങ്ങിലെത്തി. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ അതിക്രമത്തിൽ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ മനു അറസ്റ്റിൽ. ഇന്ത്യക്കാർക്കുള്ള കോൺസുലർ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ. ദുബായിൽ അക്കാഫ് ഇവന്റ്സിന്റെ നേതൃത്വത്തിൽ ശ്രീനിവാസൻ അനുസ്മരണം നടത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന വനിതകളുടെ 2020 മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. ടിക്കറ്റ് നിരക്ക് 125 രൂപ മുതൽ. ഡിസംബറിൽ തിരുവനന്തപുരത്ത് ഇന്ത്യയുടെ 3 ക്രിക്കറ്റ് മത്സരങ്ങൾ. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുറത്ത് നടക്കുന്ന ആദ്യ ശ്രീനിവാസൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. പ്രസിഡന്റ് ചാൾസ് പോൾ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി VS ബിജു കുമാർ സ്വാഗതം പറഞ്ഞു. പ്രമുഖ സാഹിത്യകാരൻ പ്രൊഫസർ ജോർജ് ഓണക്കൂർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. മലയാള സിനിമാ സംവിധായകൻ സജി സുരേന്ദ്രൻ, കവി EK ദിനേശൻ, KV മനോജ്, അമർ പ്രേം, MCA നാസർ, TP സുധീഷ്, ബദറുദ്ദീൻ പാണക്കാട്, സിറാജുദ്ദീൻ, അനൂപ് അനിൽദേവൻ, CI ബിജു, ജാബിർ, റഫീഖ്, മോഹൻ സീദർ, മഞ്ജു ശ്രീകുമാർ, ജെനി, ശ്രീജ സുരേഷ്, സിറാജ്, സജീഷ് തുടങ്ങിയവർക്കൊപ്പം UAEയിലെ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുസ്മരണം നടത്തി. അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി അക്കാഫ് വൈസ് പ്രസിഡന്റ് യോഗം നിയന്ത്രിച്ചു. സഞ്ജുവിന്റെ നിശ്ചയദാർഢ്യവും ഒരിക്കലും കൈവിടാത്ത പോരാട്ട വീര്യവും എല്ലാ മലയാളി യുവാക്കൾക്കും പ്രചോദനമാണ്. സഞ്ജുവിനും ടീം ഇന്ത്യക്കും എല്ലാ ആശംസകളും നേരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ലോക കിരീടം ഇന്ത്യയിലെത്തിക്കാൻ സാധിക്കട്ടെ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.